അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് തെന്മല എക്കോ ടൂറിസത്തിൻ്റെ എൻട്രിയുടെ അടുത്തായിട്ടാണ്. നമ്മുടെ ബാക്കിൽ കാണുന്നതാണ് പുനലൂർ റോഡ്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും അത്യാവശ്യം ലേറ്റ് ആയിപ്പോയി. ഒരു 4 മണിയൊക്കെ നമ്മൾ പാലരുവിയൊക്കെ കണ്ട് തിരിച്ചു വരുമ്പം. അതുകൊണ്ട് ഇന്ന് രാവിലെയാണ് നമ്മൾ എക്കോ ടൂറിസത്തിൻ്റെ തെന്മല എക്കോ ടൂറിസത്തിൻ്റെ അവിടെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ ഇന്നലെ എല്ലാം ഷൂട്ട് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും 4 മണി, കാരണം ഇവിടെ 5 മണി ആകുമ്പോഴത്തേക്കിനും എല്ലാം ക്ലോസ് ചെയ്യും. അപ്പോൾ നമ്മൾ രാവിലെ ഞാനിവിടെ വന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നേരെ ഇനി ടിക്കറ്റ് എടുക്കാനായിട്ട് പോകണം. 9 മണിയാണ് അവിടുത്തെ ഓഫീസ് ടൈം. അപ്പം ഞാൻ ഇപ്പം ഇവിടെ ഒരു ഹോട്ടലിൽ സ്റ്റേ ചെയ്യുമായിരുന്നു. അവിടുന്ന് നേരെ ഇവിടെ വന്നു, റെസ്റ്റോറൻറ്റിൽ വന്നു, ഫുഡ് കഴിച്ചു. ഇനി നേരെ നമ്മൾ ടിക്കറ്റ് എടുക്കാനായിട്ട് തെന്മലയുടെ എക്കോ ടൂറിസത്തിൻ്റെ ഓഫീസിലേക്ക് പോവുകയാണ്. പോകുന്ന വിശേഷങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ ഓഫീസിലേക്ക് പോവുകയാണ്, എക്കോ ടൂറിസത്തിൻ്റെ ഓഫീസിലേക്ക്. ഇതാണ് എക്കോ ടൂറിസത്തിൻ്റെ ഓഫീസിലേക്ക് പോകുന്ന വഴി. ഇത് കണ്ടോ, ജിൻകാല തെന്മല എക്കോ റിസോർട്ട്. നല്ല അടിപൊളി ഒരു റിസോർട്ട് ഓപ്ഷനാണ് ഇവിടുത്തെ. ലക്ഷറി കോട്ടേജസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ മോർണിംഗ്സ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. നല്ല സൺലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കറക്റ്റ് നമ്മൾ ഒരു റോഡിൽ നിന്ന് ഒരു എന്താ പറയുക, ഒരു കാടിൻ്റെ എൻട്രിയിലേക്ക് കയറുന്ന പോലാണ്. ഇവിടെ ഇപ്പം നമ്മൾ വെളിയിൽ വന്നപ്പോൾ നല്ല സൺലൈറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇവിടെ ഇടതൂർന്ന് മരങ്ങൾ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇതിനകത്തേക്ക് അധികം സൺലൈറ്റ് വരില്ല. അപ്പോൾ നമ്മൾ ഉച്ച സമയത്തൊക്കെ വന്നാൽ പോലും നമുക്ക് എന്താ പറയുന്ന ഒരു ചൂടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണത്തില്ല. എപ്പോഴും ഈ ഒരു തണുത്ത ക്ലൈമറ്റ് തന്നെ ആയിരിക്കും ഇവിടെ. കൂടുതലും തേക്ക് തടികളാണ് കേട്ടോ, പിന്നെ ഈ ചൗക്ക പോലെയുള്ള മരങ്ങളൊക്കെ ഉണ്ട്. വൈൽഡ് ലൈഫ് വാർഡന്റെ കാര്യാലയമാണ് കേട്ടോ ഇത്. ഇവിടെ നമുക്ക് ഇത് കണ്ടോ, ഇരിക്കാനായിട്ട് ബെഞ്ചും കാര്യങ്ങളും ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നമ്മൾ വൈകുന്നേരങ്ങളിൽ ഇവിടെയൊക്കെ റിസോർട്ടോ കാര്യങ്ങളിലൊക്കെ വന്ന് താമസിച്ചിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരം ഇപ്പോൾ ഒരു ഈവനിങ് ടൈം ജസ്റ്റ് ഒരു വാക്കിനൊക്കെ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് ഇരിക്കാൻ എന്നൊക്കെ ഉള്ളൂ. പിന്നെ ഇഷ്ടംപോലെ കുരങ്ങന്മാരുണ്ട്. ഈ മരത്തെ കൂടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാടി നടപ്പുണ്ട്. വീണ്ടും നമ്മുടെ ആ ഒരു തെന്മലയുടെ ഓപ്പണിങ്ങിലേക്ക് വരികയാണ്. അതായത് തെന്മലയുടെ എക്കോ ടൂറിസത്തിൻ്റെ ഓഫീസ് ഇവിടെ ആയിട്ടാണ്. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് എക്കോ ടൂറിസത്തിൻ്റെ ഓഫീസ്. അപ്പോൾ നമുക്ക് നേരെ എക്കോ ടൂറിസത്തിൻ്റെ ഓഫീസിൽ ചെന്ന് അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കാം. ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ എന്നോട് 480 രൂപയാണ് ഒരാൾക്കെന്നാണ് പറഞ്ഞിരുന്നത്. നമുക്ക് എന്തായാലും ചോദിച്ച് നോക്കാം എങ്ങനെയാണ് ആ 480 എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് എന്നുള്ളതൊക്കെ നമുക്ക് ചോദിച്ച് നോക്കാം. ഞാൻ പറഞ്ഞില്ല, ഇവിടെയൊക്കെ ഇഷ്ടംപോലെ കുരങ്ങന്മാരുണ്ട്, ഒരുപാട് കുരങ്ങന്മാരുണ്ട്. നമ്മൾ ആ വരുന്ന വഴിക്ക് 1-2 കുരങ്ങന്മാരെ കണ്ടു. ഇപ്പോൾ ഇവിടെ ഉണ്ട്. നമുക്ക് തൽക്കാലം വണ്ടി കൊണ്ടുവന്ന് ഇവിടെ വെക്കാം. ഇതാണ്. പിന്നെ ഭക്ഷണ സാധനങ്ങൾ കയ്യിൽ കൊണ്ടുവരരുത്. അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫുഡ് സാധനങ്ങളൊന്നും പിള്ളേരുടെ കൈ കൊടുക്കരുത്. കാരണം ഫുഡ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവന്മാർ ഭയങ്കരമായിട്ടും വയലൻ്റ് ആകും. അല്ലെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല. അത് ഇവിടെ ഇരിക്കുന്നുണ്ടല്ലേ, നൈസായിട്ട് അവിടെ ഇരുന്ന് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യത്തേ ഉള്ളൂ. ഫുഡും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാലാണ് ഇവന്മാർ വയലൻ്റ് ആകുന്നത്. അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. രാവിലെ തന്നെ കുറച്ച് ചങ്ക് ബ്രോസ് ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങളൊക്കെ എവിടുന്നാ? കായംകുളമാണോ? ഞാൻ ഹരിപ്പാടാ. ഇപ്പം രാവിലെ ഇറങ്ങി അവിടുന്ന്. അപ്പോൾ നമുക്ക് നേരെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോവാം. ടിക്കറ്റ് കൗണ്ടറിൽ പോയി ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ, കുട്ടികളൊക്കെ ആയിട്ട് വന്നു കഴിയുവാണെങ്കിൽ കുട്ടികൾക്കൊക്കെ അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു പ്ലേസാണ് ഈ തെന്മല എക്കോ ടൂറിസം എന്ന് പറയുന്നത്. പിന്നെ വെള്ളച്ചാട്ടമുണ്ട്. അത്യാവശ്യം ട്രെക്ക് ചെയ്യണമെന്നവർക്ക് പാണ്ഡവൻ പാറയിലേക്ക് പോവാം.
അപ്പോൾ ഇവിടെ മേ ഹെൽപ്പ് യുൻ്റെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് എക്കോ ടൂറിസത്തിൻ്റെ ഓഫീസ്. ഇവിടെ അഡ്വഞ്ചർ സോണിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്നുള്ള സാധനങ്ങളിൽ ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു നീണ്ട നിര തന്നെ ഉണ്ട് കേട്ടോ. ഇത് കൾച്ചർ സോൺ, എനിക്ക് തോന്നുന്നു ലെഷർ സോണാണ് ഞാൻ കണ്ടത്. ഇപ്പം ലെഷർ സോൺ എന്നുള്ളത് മാറ്റിയതായിരിക്കും. ബട്ടർഫ്ലൈ സഫാരി ഉണ്ട്, നക്ഷത്രവനമുണ്ട്, ചിൽഡ്രൻസ് പാർക്കുണ്ട്, മ്യൂസിക്കൽ ഡാൻസിങ് ഫൗണ്ടൈൻ ഉണ്ട്, പിന്നെ ഫെസിലിറ്റേഷൻ സെൻ്റർ ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഓഫീസിനകത്ത് വെച്ചിട്ടുള്ളത്. നമുക്ക് ഇതിൻ്റെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ ഒരു സാറുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തു. 480 രൂപയാണ് ടിക്കറ്റിന്. പിന്നെ കൊറോണ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പരിപാടികളൊന്നും തന്നെ ഇല്ല. അതായത് ഈ അഡ്വഞ്ചർ സോണിൽ കുറേ സൈക്ലിങ്ങും അങ്ങനെയുള്ള കുറേ ഗ്രൂപ്പ് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം കൊറോണ ആയതുകൊണ്ട് അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. പിന്നെ ആകെ നമ്മൾ 480 രൂപയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ അഡ്വഞ്ചർ സോണ് വിസിറ്റ് ചെയ്യാം, ലെഷർ സോണ് വിസിറ്റ് ചെയ്യാം, പിന്നെ ഈ ഒരു ബോട്ടിംഗ് പോയിൻ്റ് ഉണ്ട്, സെങ്കുർണി എന്ന് പറഞ്ഞിട്ട് ഒരു ബോട്ടിംഗ് പോയിൻ്റ് ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് പോയി ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാം. അത്രയും തന്നെ ഉള്ളൂ നമുക്ക്. ഈ പിന്നെ ഡിയർ റീഹാബിലിറ്റേഷൻ പാർക്കിൽ നമുക്ക് എന്താ പറയുന്നത് എൻട്രി ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇവിടെ ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. കൊറോണ ആയതുകൊണ്ടാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം കാണിച്ചില്ല, ഒരു ബോർഡ് നിറയെ ഇഷ്ടംപോലെ പരിപാടികളുണ്ടായിരുന്നു ചെയ്യാനായിട്ട്. ഇപ്പം അതൊന്നുമില്ല. അപ്പോൾ വരുന്നവർ ഇത് അറിഞ്ഞിരിക്കണം. 480 ഒരാൾക്ക് 480 രൂപയാണ്. ആ ഒരൊറ്റ ടിക്കറ്റ് മാത്രമേ അവൈലബിൾ ഉള്ളൂ. നേരത്തെ സെപ്പറേറ്റ് ടിക്കറ്റ്സ് എടുക്കാം. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കയറി കാണുകയൊക്കെ ചെയ്താൽ മതിയായിരുന്നു. അപ്പം നിങ്ങൾക്ക് ബോട്ടിങ് മാത്രം ചെയ്യാനായിട്ടാണെങ്കിൽ സെങ്കുർണിയിൽ മറ്റേ കൊട്ടവഞ്ചിയും പരിപാടിയൊക്കെ ഉണ്ട്. ഇന്നലെ നമ്മൾ പാലരുവി നിന്നപ്പോൾ ഒരു പുള്ളിക്കാരൻ പറഞ്ഞായിരുന്നു. ഞാനെന്തായാലും 480 ഒരു ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. നമ്മൾ അകത്തെ പരിപാടികളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇപ്പം ആ മാപ്പും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ ഡിസ്ക്രൈബ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കതിൻ്റെ കാഴ്ചയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഇറങ്ങി കഴിഞ്ഞപ്പോൾ നമുക്കൊരു 2 സബ്സ്ക്രൈബേഴ്സിനെ കൂടി കിട്ടിയിരിക്കുകയാണ്. നിങ്ങൾ എവിടുന്ന് ആ ഹെൽമെറ്റ് മാസ്കൊക്കെ ഒന്ന് മാറ്റുവാണെന്നുണ്ടെങ്കിൽ ഹായ്. അപ്പോൾ നമ്മുടെ പുതിയ 2 സബ്സ്ക്രൈബേഴ്സാണ് കേട്ടോ. എവിടുന്നാണ് വരുന്നത്? നെടുമൺകാവ്. അവർ നെടുമൺകാവ് കുണ്ട്രയെന്നാണ് വരുന്നത്. പേര് ശ്രീജിത്ത് കൃഷ്ണൻ, വിഷ്ണു അല്ലേ? ശ്രീജിത്ത് വിഷ്ണു എന്ന് പറയുന്ന 2 പുതിയ സബ്സ്ക്രൈബേഴ്സിനെ കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അവരിവിടെ കാണാനായിട്ട് വന്നു. നിങ്ങൾ എടുത്ത് ടിക്കറ്റ് കൊളത്തുപുഴ അമ്പലത്തിൽ വന്നതാണ്. ഓക്കെ, അപ്പോൾ അവർ കൊളത്തുപുഴ അമ്പലത്തിൽ വന്നതാണ്. ഇവിടെ ഒരു ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രമുണ്ട്. ബാലശാസ്താവിൻ്റെ ക്ഷേത്രമുണ്ട് കുളത്തുപുഴ. നല്ല അമ്പലമാണ്. അപ്പം ഇനിയിപ്പം നമ്മൾ നേരെ നമ്മൾ അഡ്വഞ്ചർ സോൺ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ശരി അപ്പോൾ നമ്മൾ അഡ്വഞ്ചർ സോൺ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ഇതിനകത്തൊരു ബട്ടർഫ്ലൈയുടെ എന്തോ ഒരു പരിപാടിയുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് കയറി കാണാം. അത് അവിടെ ഇതിനകത്തൂടി തന്നെയാണ് എൻട്രി വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ തൽക്കാലം ഹെൽമെറ്റ് കൊണ്ടുപോയി അവിടെ വെച്ചിട്ട് നേരെ ഇത് കയറി കാണാൻ വേണ്ടിയിട്ട് പോവാണ്.
ആ അപ്പോൾ ഫ്രണ്ട്സ് നമ്മളങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തു, ബാഗും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ബട്ടർഫ്ലൈ സഫാരിയും നക്ഷത്രവനവുമാണ് കാണാനായിട്ട് പോകുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ടിക്കറ്റ് എടുക്കുന്നതിൻ്റെ അവിടെ തന്നെയാണ് ഈ ചിൽഡ്രൻസ് പാർക്ക്, നക്ഷത്രവനം, ബട്ടർഫ്ലൈ സഫാരി. പിന്നെ നമ്മൾ അഡ്വഞ്ചർ സോണിലോ കാര്യങ്ങളിലൊക്കെ പോയിട്ട് തിരിച്ചിവിടെ വന്ന് പിന്നെ ഇത് ചെയ്യാനുള്ളൊരു മൂഡില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കാരണം പിള്ളേരൊക്കെ ആയിട്ട് വന്നു കഴിയുമ്പോഴത്തേനും നമ്മുടെ പിള്ളേരാണെങ്കിലും കുഴഞ്ഞൊക്കെ പോകും. അപ്പോൾ അവരെ ആദ്യം ഇവിടെയൊക്കെ കാണിച്ചിട്ട് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. നമുക്ക് അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ബട്ടർഫ്ലൈ സഫാരിയുടെ എൻട്രൻസ് എന്ന് പറയുന്നത്. നമ്മളത് ഇവിടെ കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു ആർട്ടിഫിഷ്യലി മെയ്ഡ് പോണ്ട് കാണാൻ പറ്റും. ഇത് കണ്ടോ, ആർട്ടിഫിഷ്യലി മെയ്ഡ് പോണ്ടാണ്. അവിടെ ബട്ടർഫ്ലൈ സഫാരി എന്ന് എഴുതിയിട്ടൊരു ചെറിയ കൊക്കൂണിൻ്റെ ഒരു ഇതൊക്കെ ആർട്ടിഫിഷ്യലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഒറിജിനാലിറ്റിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ചിത്രശലഭങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. എല്ലാം കുഞ്ഞു കുഞ്ഞു ചിത്രശലഭങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ഓഫീസിൻ്റെ അവിടെ ഒരു ആൾ അവിടെ നിൽപ്പുണ്ട്. അപ്പം നമ്മളോട് അങ്ങനെ നമുക്ക് ആരും പറഞ്ഞു തരാൻ വരില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേറെ ഒരുപാട് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അവിടെ ചെന്ന് പറഞ്ഞു, ഇങ്ങനെ ഒരാളെ ഒന്ന് കൂടെ വിടാവോ എന്ന് ചോദിച്ചു. നമുക്കിങ്ങനെ ഷൂട്ട് ചെയ്ത് കാണിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞപ്പം ഇവിടെ ഓഫീസിലുണ്ടായിരുന്ന സാറ് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് കേട്ടോ. പുള്ളിക്കാരൻ ഭയങ്കര ഒരു മെൻറ്റാലിറ്റി ഉള്ള മനുഷ്യനാണ്. പുള്ളിക്കാരൻ പറഞ്ഞാൽ അതിനെന്താ കുഴപ്പമില്ല, ഞാൻ ഒരാളെ വിട്ടുതരാം. അവർ ഈ ഗാർഡൻ്റെ പണിയാണ്. കാരണം ഈ ഗാർഡനിലാണ് കേട്ടോ, ഇതൊക്കെ ഒരു ചെടികളാണ്. ഓരോ ചിത്രശലഭങ്ങൾക്കും പ്രത്യേകം തയ്യാറാക്കിയ ഓരോ ചെടികളുണ്ട്. നല്ല പൂവുള്ള ഇത് കണ്ടോ, ഒരുപാട് ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പം അതിൻ്റെയൊക്കെ വർക്കിലാണ്. കാരണം ഇനിയിപ്പം സീസൺ വരാൻ പോവാണ്. അപ്പോൾ സീസൺ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിത്രശലഭങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ ഈ ഗാർഡനൊക്കെ ആദ്യം സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മുടെ ആളിവിടെ നിൽപ്പുണ്ട്, നമുക്ക് പുള്ളിക്കാരനെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹമാണ് നമ്മുടെ കൂടെ വരുന്ന സാരഥി. എന്താ പേരെന്താ? അനീഷ്. എവിടെ വീട്? എവിടെ? അപ്പം നമ്മുടെ ഈ തെന്മലയിൽ തന്നെ ഉള്ളൊരു ആളാണ്, അനീഷ് എന്നാണ് പേര്. അപ്പം അദ്ദേഹം നമ്മളെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരും. ഇതിനകത്തൊരു അടിപൊളി സ്ഥലമുണ്ട് കേട്ടോ. ഇതിനകത്ത് ഈ ഒരു കെട്ടിടം പോലെ വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് മൊത്തം പൂമ്പാറ്റകളുടെ ഇത് തന്നെയാണ് കേട്ടോ. അതെ, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് മഞ്ഞ മരതക മുത്തി. നമ്മുടെ മഞ്ഞ കളറിൽ കാണുന്ന ചിത്രശലഭം, അരളി ശലഭം, ഗരുഡശലഭം, ചെങ്കണ്ണി, രത്നനീലി. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, നമ്മൾ നോർമലി വന്ന് കാണുന്ന ഒരു മനുഷ്യന് ഒരു ചിത്രശലഭം അല്ലെങ്കിൽ വേറൊരു ചിത്രശലഭത്തെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ നിറവ്യത്യാസം മാത്രമേ മനസ്സിലാകത്തുള്ളൂ. പക്ഷെ ഓരോന്നും ഓരോ ഡിഫറെൻറ്റ് വേരിയൻസ് ആണ്. അപ്പോൾ ഇതിനകത്തുകൂടി കയറിയാണ് നമ്മൾ നടക്കുന്നത്. അത്യാവശ്യം ചിത്രശലഭങ്ങളും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് നമുക്ക് പറ്റും കേട്ടോ. ഒരു ചിത്രശലഭത്തിൻ്റെ ജീവിത ചക്രം എന്ന് പറയുന്നത് മുട്ട, ലാർവ, പ്യൂപ്പ, ചിത്രശലഭം. നമ്മളൊക്കെ ഇതൊക്കെ ചെറിയ ക്ലാസ്സിലും കാര്യങ്ങളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പം നിങ്ങൾ മക്കളെയും കൊണ്ടൊക്കെ വരുവാണെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്, വരുന്ന ഫാമിലി ആയിട്ട് വരുമ്പോൾ മക്കളെയൊക്കെ ആയിട്ട് വരുവാണ്, മക്കളൊക്കെ കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് കാണിച്ചു കൊടുത്ത് അവരെ പഠിപ്പിക്കാൻ പറ്റുന്നൊരു അടിപൊളി സ്ഥലമാണ് തെന്മലയിൽ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും ഇതിനകത്ത് എക്സ്പ്ലോർ ചെയ്യുക. അഡ്വഞ്ചർ സോണിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഇവിടെ ഒരുപാട് ബട്ടർഫ്ലൈസ് ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. ഒരു വെള്ള പൂമ്പാറ്റ കണ്ടു, പിന്നെ കറുത്തതിൽ മറ്റേ വെള്ള, ഈ അടിവശത്ത് വെള്ള വരെയുള്ള പൂമ്പാറ്റ. നമുക്കിതിൻ്റെ ഒന്നും പേരറിയാത്തതുകൊണ്ടാണ് കേട്ടോ. ഇത് ഇവിടെ വരുന്നതിലൊരു 90% ആൾക്കാരും ഇതിനെക്കുറിച്ചൊക്കെ അറിയാവുന്ന ആൾക്കാരായിരിക്കും. എന്നെപ്പോലെ ഒരു 10% ഇതിനെക്കുറിച്ചൊന്നും എന്താ പറയുക, ചിത്രശലഭത്തിനെക്കുറിച്ച് നമ്മൾ
പഠിക്കേണ്ട കാര്യം നമുക്കിതുവരെ വന്നിട്ടില്ല. ലാർവ വ്യൂപാതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതല്ലാതെ ഒരു ഓരോ ചിത്രശലഭ വേരിയൻസിനെ കുറിച്ചൊന്നും നമുക്കിതുവരെ പഠിക്കേണ്ടി വന്നിട്ടില്ല. ഈ വെളിനാടുകളിലൊക്കെ പോവുകയാണെങ്കിൽ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. നമ്മൾ ഇന്ത്യയിലും ഉണ്ട്, പക്ഷെ നമുക്ക് എന്താ പറയുക, നമ്മൾ കൂടുതൽ ഡോക്ടർ, എൻജിനീയർ, പോലീസ്, പട്ടാളം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ് കൂടുതലും താല്പര്യം. ഈ നേച്ചറിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പഠിക്കാൻ അതിനെപ്പറ്റി താല്പര്യമുണ്ട്, അതിനെ എന്താ പറയുക, ഇൻബോണായിട്ട് താല്പര്യമുള്ള ആൾക്കാർ മാത്രമാണ് അതിനെക്കുറിച്ച് പഠിക്കുന്നത്. അല്ലാതെ നമ്മുടെ വീട്ടിൽ പോലും ഇതുണ്ട് ഒരു ചിത്രശലഭം പാറിപ്പോകുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ കുമരകം ബേർഡ് സാഞ്ചുറി പോയപ്പോൾ ഒറ്റ പക്ഷിയെ പോലും കണ്ടില്ല. ഇവിടെ പക്ഷേ അങ്ങനെയല്ല, നമ്മൾ കുറച്ച് ദൂരം നടന്നാൽ പോലും നമുക്ക് അത്രയും ഒരു ക്ഷീണമോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ചിത്രശലഭം. ഇവിടെ ഒരുപാട് ചിത്രശലഭങ്ങളുണ്ട്. ദേ പാറിപ്പോകുന്നുണ്ടോ, വേണ്ട വരും. ഭയങ്കര ഹാപ്പിയായി കേട്ടോ, എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇത് നൈസ് പരിപാടി കേട്ടോ. ഇവർ മറ്റേ സ്പ്രിങ്ക്ലർ വെച്ചിട്ടുണ്ട് ഈ ചെടിക്കകത്ത്. അപ്പോൾ ആ വെള്ളം ഇങ്ങനെ വീഴുമ്പം ചിത്രശലഭം ഇങ്ങനെ പറന്നു പൊങ്ങും. നൈസ് ഒരു ചിത്രശലഭത്തെ. ഇത് വെള്ള അടിവശത്ത് വെള്ള ഇതും പിന്നെ ചുമല ഒരു ബാക്ക് വശം ഇങ്ങനെ ചുമലയായിട്ടിരിക്കുന്നൊരു ചിത്രശലഭമാണ്. നമുക്ക് അവൻ്റെ അടുത്തൊന്ന് പോയി നോക്കാം. അവൻ പോണേ എന്താ പറയുന്നത്, പുള്ളി അങ്ങനെ പറന്നൊന്നും പോയില്ല. നമ്മൾ അതിൻ്റെ അടുത്ത് വരെ കൊണ്ടുപോയി. പുള്ളി ഇതൊക്കെ കണ്ടു. പുള്ളി നമുക്ക് വേണ്ടിയിട്ടൊന്ന് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് പോസൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നടക്കുമ്പോൾ സൂക്ഷിച്ച് നടക്കണം. ഈ താഴെയൊക്കെ ചിത്രശലഭം ഉണ്ടെങ്കിൽ അതിനെ ചവിട്ടൊന്നും ചെയ്യരുത്. ഞാൻ പറഞ്ഞില്ല, ഇവിടെയൊക്കെ ഒരുപാട് വെറൈറ്റി ചിത്രശലഭങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ ചിത്രശലഭ സഫാരിയൊക്കെ കഴിഞ്ഞു. ബട്ടർഫ്ലൈ സഫാരി നല്ല വേർത്തായിരുന്നു കേട്ടോ. ഒരുപാട് ചിത്രശലഭങ്ങളൊക്കെ കാണാൻ പറ്റി. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകാൻ പോകുന്നത് ചിൽഡ്രൻസ് പാർക്കിലേക്കാണ്. ചിൽഡ്രൻസ് പാർക്കും നക്ഷത്രവനവും രണ്ടും ചിൽഡ്രൻസ് പാർക്കിനകത്ത് തന്നെയാണ് ഈ നക്ഷത്രവനം എന്ന് പറയുന്നത്. ഞാൻ വനമായിട്ടൊന്നും കണ്ടില്ല, അതെന്നാ സംഭവം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നമുക്ക് എന്തായാലും ഈ ചിൽഡ്രൻസ് പാർക്കിനകത്ത് ഒന്ന് കയറി നോക്കാം, എങ്ങനെ ഉണ്ടെന്നറിയാമല്ലോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ചിൽഡ്രൻസ് പാർക്കിന് മുമ്പിലായിട്ടാണ്. ഇതാണ് ചിൽഡ്രൻസ് പാർക്ക്. ഇതിൻ്റെ എൻട്രി എന്ന് പറയുന്നത് തന്നെ ഒരു സിംഹം വാ പൊളിച്ച് ഇരിക്കുന്ന പോലത്തെ ഒരു എൻട്രിയാണ്. പിന്നെ ഇവിടെ ഇരിക്കാനും കാര്യങ്ങൾക്കൊക്കെ സ്ഥലമുണ്ട്. ചിൽഡ്രൻസ് പാർക്ക് പിള്ളേരൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ ഒന്നും ഓപ്പറേറ്റ് ചെയ്തിട്ടൊന്നുമില്ല. ഇവിടെ ഒരു റെയിൽ റൈഡ് ഉണ്ട് കേട്ടോ. കയറി വരുമ്പോൾ തന്നെ ഒരു റെയിൽ റൈഡാണുള്ളത്. പിന്നെ ഇവിടെ അത്യാവശ്യം ഇരിക്കാനായിട്ട് ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നക്ഷത്രവനം. ഒരു വനം പോലെയൊന്നും അല്ല കേട്ടോ. ഇവിടെ കുറേ മരങ്ങൾ ഇങ്ങനെ നിരത്തി നിർത്തിയിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ ഇതിൻ്റെ ആ മരം
എന്തിൻ്റെ ആണെന്നുള്ള ഏത് നാളിനോട് അനുപാതമായിട്ടാണ് ഓരോ മരങ്ങളും ഉള്ളതെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ബോർഡിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ നക്ഷത്രവനം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ നക്ഷത്രവനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ വിചാരിച്ചു എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്നലെ പാലരുവി പോയപ്പം അവിടെ തേക്ക് നിന്നില്ലേ, അപ്പോൾ അതിങ്ങനെ ഒരു എന്താ പറയുന്നത് ഒരു വലിയ നക്ഷത്രത്തിൻ്റെ ആകൃതിയിൽ മരങ്ങളിങ്ങനെ നട്ടുപിടിപ്പിച്ചിട്ട് ഓരോ മരവും ഏതൊക്കെ നാളിനുള്ളതാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഇതാണ് നക്ഷത്രവനം എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കത് വിടാം, അത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതിനെക്കുറിച്ചൊക്കെ അറിയാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇങ്ങോട്ട് വരാം. ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള 2 സംഭവങ്ങളിൽ ഒന്ന് നമ്മൾ കണ്ടു, ബട്ടർഫ്ലൈ ഗാർഡൻ അല്ലെങ്കിൽ ബട്ടർഫ്ലൈ സഫാരി. പിന്നെ ഉള്ളത് ഈ ചിൽഡ്രൻസ് പാർക്കാണ്. എൻ്റെ അപ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ. പിള്ളേർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എൻജോയ് ചെയ്യും, അടിച്ച് പൊളിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ച് പൊളിക്കും. അപ്പം മക്കളൊക്കെ ആയിട്ട് നമ്മൾ വരുവാണെന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുന്നത് ഒരു 8 വയസ്സ് മുതൽ ഇങ്ങോട്ടുള്ള കുട്ടികളൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ അവർക്ക് ചിത്രശലഭത്തെ പറ്റിയും പറഞ്ഞു കൊടുക്കാം. പിന്നെ ഇഷ്ടം പോലെ റൈഡാണ്. ഇഷ്ടം പോലെ റൈഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പരിപാടികളുണ്ട്. സിക്സാങ്കോ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പേര്, ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ മറ്റേ സ്പ്രിംഗ് ഡക്കൊക്കെ ഉണ്ട്. ഇവിടെ നിരക്കം, പിന്നെ ഊഞ്ഞാൽ, ഇത് വട്ടത്തിൽ കറങ്ങുന്ന താറാവ്. നമുക്ക് എന്തായാലും ഒന്ന് വട്ടത്തിൽ കറങ്ങി നോക്കാം. അയ്യവാ കിടക്കും പരിപാടിയാണ് കേട്ടോ. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, ഒരാളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കറങ്ങാൻ ഒരു രസം ഉണ്ടായിരുന്നേ. അപ്പോൾ അടിപൊളിയാണ് കേട്ടോ. ഇതൊന്നും ഇറങ്ങട്ടെ. അപ്പോൾ ഇവിടെ ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഞാൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പൊങ്ങണം, എന്നിട്ട് ഇത് താന്ന് കഴിയുമ്പോഴത്തേക്കും അവിടെ പോയിട്ട് അത് താക്കണം, അങ്ങനെ ചെയ്യേണ്ടി വരും. പിന്നെ ഇവിടെ ഒരു ചെറിയ കുഞ്ഞു കൊമ്പനാന നിൽപ്പുണ്ട്. ഇവിടെ കൂടുതൽ ഈ നിരക്കവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഒരു എന്താ പറയുന്നത് കുട്ടിക്കാല നൊസ്റ്റൂയിലേക്ക് പോവുകയാണ് നമ്മൾ. ഇതിപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ അഭ്യാസങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരുന്നത്. ഒരു ഊഞ്ഞാലുണ്ട്. നമുക്ക് ഇതെല്ലാം ഇരുന്ന് ആടി നോക്കാം. പൊട്ടിയൊന്നും വീഴത്തില്ലായിരിക്കും. നമുക്കൊന്നും ഇരിക്കാൻ പറ്റത്തില്ല കേട്ടോ, പിള്ളേർക്ക് തന്നെ ഇരിക്കാൻ പറ്റുള്ളൂ. അത്യാവശ്യം അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ ശരിക്കും അവർ എൻജോയ് ചെയ്യും. ഇതാണ് അതിൻ്റെ റൈഡ്സും കാര്യങ്ങളുമൊക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, മൊത്തത്തിൽ നക്ഷത്രവനം ഷോ ആണെങ്കിലും നമ്മുടെ ചിൽഡ്രൻസ് പാർക്ക് കിടുവാണ്. അപ്പോൾ പിള്ളേരൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളിത് ഇവിടെ ഈ ചിൽഡ്രൻസ് പാർക്കിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു ടെൻറ്റ് ജംഗിൾ ക്യാമ്പിംഗ് എന്ന് പറഞ്ഞ് ഇവരുടെ തന്നെ ഒരു എന്താ പറയുക സ്റ്റേ ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൊക്കൂൺ എന്നാണ് അതിൻ്റെ പേര്. ഇതുവഴിയാണ് കയറി പോകുന്നത്. നമുക്കൊന്ന് കയറി പോയി നോക്കാം. അവരുടെ ടെൻറ്റ് ക്യാമ്പിങ്ങിൻ്റെ ഓപ്ഷനും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം.